ഇടുക്കി മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനു കീഴിലുള്ള നവീകരിച്ച ഇരവികുളം ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ജനസൗഹൃദ സമീപനം സ്വീകരിക്കുന്ന സേനയായി വനം വകുപ്പിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനത്തിലെ ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നവീകരിച്ച ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. ജനസൗഹൃദ സമീപനം സ്വീകരിക്കുന്ന സേനയായി വനംവകുപ്പിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മനുഷ്യനെ ശത്രുവായും മൃഗങ്ങളെ മാത്രം മിത്രമായും കാണുന്ന ഒരു നിലപാടിൽ നിന്ന് മാറി മനുഷ്യനും മൃഗങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി ജനസൗഹൃദ സമീപനം സ്വീകരിക്കുന്ന ഒരു സേനയായി വനം വകുപ്പിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ ഇക്കോ ടൂറിസം കേന്ദ്രമായും ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമായും ഇരവികുളം ദേശീയോദ്യാനത്തെ പ്രഖ്യാപിച്ചു. പാമ്പാടുംഷോല നാഷണൽ പാർക്കിൽ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 320 ഹെക്ടർ സ്ഥലത്ത് അധിനിവേശ വൈദേശിക സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് പരിസ്ഥിതി പുനഃസ്ഥാപനം നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് എ രാജ MLA അധ്യക്ഷനായിരുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.